ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ബാംഗ്ലൂർ പോയിട്ടൊക്കെ വന്നു. ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് സത്യത്തിൽ പോയത്. അവിടെ നിന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മഴ. നമ്മൾ എന്ന് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. പിന്നെ മോനും ഉണ്ടല്ലോ, മോനുണ്ട്, കയ്യിൽ ബാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടി അവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഓടിയിരിക്കും നാട്ടിലേക്ക് എത്തിപ്പിടിച്ചതാണ്. നാട്ടിലെത്തുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മൊത്തം അവശതയായിപ്പോയി. അങ്ങനത്തെ ഒരു യാത്രയായിപ്പോയി. ഒട്ടും വേറെ അങ്ങനെ റൂമും കാര്യങ്ങളും ഒന്നും എടുത്ത് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഷനിൽ തന്നെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി അങ്ങനെ പോവുകയും വരികയൊക്കെയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊന്നും നടുന്ന് വൃത്തിയൊന്ന് കിടക്കാൻ പോലെയുള്ള ഒരു സാവകാശം കിട്ടിയില്ല. 2 ദിവസമായിട്ട് ഒരേ അലച്ചിലായിപ്പോയി. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബാംഗ്ലൂർ പോകുന്നതിന്റെ പുറകിൽ ഒരു സസ്പെൻസ് ഉണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്. കുറെ ആളുകളുടെ കമന്റ് ഒക്കെ വായിച്ചു. ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓൺലൈനായിട്ടൊരു എന്തെങ്കിലും തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പിന്നെ ഞാൻ ആദ്യം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാന്നാ കരുതി. അപ്പൊ ഡ്രസ്സൊക്കെ അന്വേഷിച്ച സമയത്ത്, നാട്ടിൽ അന്വേഷിച്ച സമയത്തൊക്കെ ഭയങ്കര റേറ്റ് പറഞ്ഞു. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് 1000 രൂപയ്ക്ക് മേലെ ഇട്ട് സെയിൽ ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പൊ എനിക്ക് അതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ അതങ്ങനെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂർക്ക് പോകാൻ ഒരുങ്ങിയത്. പിന്നെ മെയിനായിട്ട് ഈ ഒരു പരിപാടി തുടങ്ങുന്നതിന് പിന്നിൽ എനിക്കൊരു ശക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ കാലങ്ങൾ കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ കാണുമ്പോൾ വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് വാങ്ങാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം എന്റെ മനസ്സില് ഞാനൊരു സാധനം വിൽക്കുമ്പോൾ അത് അങ്ങനെ എന്നെ പോലെ അങ്ങനെ വാങ്ങാൻ പറ്റാതെ വിഷമിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് എന്റെ സാധനങ്ങൾ എത്തണമെന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. 500 രൂപയ്ക്ക് മേലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ വിൽക്കാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു പരിപാടി അവിടെ ഇല്ലാണ്ടായി പോവല്ലേ ചെയ്യുക. ഞാൻ ഉദ്ദേശിച്ചത് വളരെ സാധാരണക്കാരായിട്ടുള്ള, എന്നാൽ എപ്പോഴും അങ്ങനെയൊന്നും ഓൺലൈൻ പർച്ചേസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോ അതിന്റെ ലക്ഷ്യമേ മൊത്തത്തില് വേറെ വഴി തെറ്റി പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അതെല്ലാം ഞാൻ വിട്ട് ബാംഗ്ലൂർ പോകാന്ന് കരുതിയെ. സത്യം പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് ഒത്തിരി പ്രതീക്ഷിച്ചിട്ടാ പോയത്. യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊട്ടാണൊക്കെ വാങ്ങിച്ചോണ്ട് വരുമെന്ന് വിചാരിച്ചാ പോയത്. ഇവിടുന്ന് അവിടെ എത്തി. പിന്നെ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഓരോ ഷോപ്പ് കയറി ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് നടക്കുന്ന പരിപാടിയല്ല. എന്തായാലും ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പിന്നെ മുന്നോട്ട് പോയത്. അത് ഒരു ഷോപ്പിലൊക്കെ കയറി ചോദിച്ചപ്പോ അവര് പറഞ്ഞു 20,000 രൂപയൊക്കെ പർച്ചേസ് ചെയ്താലേ അത്രയും പൈസ കുറച്ച് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒന്നാമത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഭാഷേന്റെ പ്രശ്നമുണ്ട്. അവിടെ എല്ലാവരും ഹിന്ദിയാ പറയണേ. ഹിന്ദിയും കന്നഡയൊക്കെ പറയുന്നു. എനിക്കതൊന്നും കിട്ടുന്നില്ല. എനിക്കറിയാവുന്ന ഇംഗ്ലീഷും തമിഴും അതും ഇതും ഒക്കെ മിക്സ് ചെയ്ത് സംസാരിച്ച് നോക്കി. എന്നിട്ട് നടക്കുന്ന ലക്ഷണമില്ല. ഉണ്ട് കേട്ടോ, ഉണ്ട്. നമ്മളെ സ്വന്തം ആവശ്യത്തിന് വാങ്ങാനാണെങ്കിൽ വില കുറച്ച് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ നമ്മളിങ്ങനെ ഒരു നമ്മളൊരു വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ സാധനം വാങ്ങുമ്പോൾ അത് പോരാ. നമുക്ക് അതിലും കുറച്ച് സാധനം കിട്ടിയാലേ ഉള്ളൂ നമുക്കും എന്തെങ്കിലും നേട്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ വണ്ടിക്കൂലിയും ഞങ്ങൾ രണ്ടാൾ പോയതല്ലേ, അപ്പൊ ഇതൊക്കെ ഞാൻ ഈ ലാഭത്തിൽ ഉൾപ്പെടുത്തിയാലല്ലേ എനിക്കത് ഈ കച്ചവടം എനിക്ക് ലാഭത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള റേറ്റിലുള്ള സാധനങ്ങളൊക്കെ തരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ. എന്നിട്ട് തന്നെ ഞാനൊരു സാധനം വാങ്ങിച്ചു. സത്യം പറഞ്ഞാല് ഞാൻ അത്രയും ഹോൾസെയിൽ റേറ്റിൽ സാധനം എടുത്തിട്ട് ഏറ്റവും കൂടുതൽ വിലേന്റെ എടുത്തത് ഒരു 300 രൂപയുടെ ഒരു മാലയാണ്. അവരെന്നോട് പറഞ്ഞു 300 രൂപ എടുത്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ 700-നോ 800-നോ വിൽക്കാം. അത്ര നല്ല ഭംഗിയുള്ള ഒരു മാല. മാല എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഫുൾ ഈ മുത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. കുറെ മുത്തുമാലേന്റെ കുറെ ലെയറുകൾ വന്നിട്ട് വലിയൊരു ദേവി വിഗ്രഹത്തിന്റെ പോലത്തെ ഒരു ലോക്കറ്റ്. ആ ലോക്കറ്റിനാണ് ക്യാഷ്. സത്യം പറഞ്ഞാല് ഞാൻ ആദ്യം ഒരു ചോക്കർ പോലത്തെ ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു. ചോക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം അതും ആ ഒരു 300 സംതിങ്ങിന്റെ റേഞ്ച് വരുന്ന ഒരു മാലയായിരുന്നു. അപ്പൊ ഞാൻ അത് എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ വിൽക്കൂ, ഇത് ഞാൻ ഇടില്ല, പിന്നെ ഇത് വിറ്റ് പോയില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചിറങ്ങുന്ന വഴിക്കാണ് ഈ മാല കാണുന്നത്. അപ്പൊ എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലോക്കറ്റ് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള ഒരു സാധനം. എന്നിട്ട് ഞാൻ അതെടുത്തിട്ട് ഞാൻ ബാസ്ക്കറ്റിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവര് ബില്ലടിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാല് ഇവര് ബില്ലടിച്ചിട്ടുണ്ട്. ബില്ലടിച്ച് എന്റെ കയ്യിൽ നിന്ന് പൈസയും പോയി, സാധനം മാത്രം എനിക്ക് തന്നില്ല.
അവരെന്നെ പറ്റിച്ചു, അവരത് മുക്കി. നമുക്കറിയില്ലല്ലോ ഇങ്ങനെയൊക്കെ നിന്ന് നോക്കണം, ആദ്യമായിട്ട് പോകുന്നില്ലേ. അപ്പൊ മോനും കൂടി ഉള്ളത് കൊണ്ട് ഇവന് ആ സമയത്ത് ബിസ്ക്കറ്റ് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് മോന് ഇവര് ബില്ലടിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പരിപാടിക്കകത്തോട്ട് ശ്രദ്ധിക്കാനും പറ്റിയില്ല. ഇന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോ ആ മാല മാത്രമേ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് കരച്ചില് വന്നു എന്ന് പറഞ്ഞാ പോരാ, നമ്മളങ്ങ് ഇല്ലാണ്ടായി പോയ പോലെ തോന്നിപ്പോയി. കാരണം നമ്മൾ ഇത്രയും വരെ പോയിട്ട് മൊത്തത്തില് നമ്മള് തൃപ്തിപ്പെടാണ്ടാണ് വന്നത്. ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അബദ്ധവും കൂടി പറ്റിയെന്ന് കണ്ടപ്പോഴത്തേക്ക് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാംഗ്ലൂർ വീഡിയോസ് ഒന്നും ഇടാൻ, എനിക്ക് ആകെപ്പാടെ മനസ്സിനൊരു വിഷമമായിപ്പോയി. എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അമിത ലാഭത്തിലോ വേറെ നിങ്ങളിപ്പോ വിചാരിക്കും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ കൂട്ടിയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവള് ഈ പ്രാരാബ്ദം പറയുന്നതെന്നൊന്നും വിചാരിക്കല്ലേ. ഞാൻ എന്റെ അബദ്ധം എനിക്ക് അവിടെ പോയിട്ട് ഉണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരിത് കേട്ടിട്ട് പോയാൽ അത്രയും ഹെൽപ്ഫുൾ അല്ലേ. കാരണം ചെറിയ പൈസക്കൊക്കെ എടുക്കാൻ പോയാലൊന്നും നമുക്കൊന്നും വലിയ വിലയും ഉണ്ടാവില്ല. ഈ നമ്മൾക്കൊരു പരിഗണനയും കിട്ടൂല, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനവും കിട്ടൂല. അങ്ങനത്തെ അവസ്ഥയാണ്. പിന്നെ ഞാൻ എന്തായാലും ഇത് വിൽക്കാനായിട്ട് എനിക്കിത് ഓൺലൈനിൽ കൂടി മാത്രമേ ഇത് സെയിൽ ചെയ്ത് പോകുന്ന തക്കവണ്ണമുള്ള പ്രോഡക്റ്റുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് സാധനങ്ങളെ എടുത്തിട്ടുള്ളൂ. പിന്നെ അധികവും ഹെയർ ക്ലിപ്പ് അങ്ങനത്തെ സാധനങ്ങളാണ് എടുത്തത് കേട്ടോ. കമ്മലും മാല ഒക്കെ എനിക്കിഷ്ടമുള്ള മാലയും കമ്മലും ഒക്കെ കണ്ടു, അതിനൊക്കെ ഭയങ്കര റേറ്റാ, നമുക്കൊന്നും അടുക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് അത് അവിടെ നിന്ന് എടുത്തിട്ട് വന്ന് വലിയ ലാഭം നോക്കി ഇടാണ്ട് നിങ്ങൾക്കും കൂടിയൊക്കെ സാധാരണക്കാർക്കും കൂടി വാങ്ങാൻ പറ്റുന്ന രീതിയിൽ. കാരണം എന്റെ ആഗ്രഹം അതായിരുന്നു, അവർക്കും അങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ കൊതിയുള്ളവർക്കും ആ സാധനം കിട്ടണമെന്നായിരുന്നു സത്യത്തിൽ എന്റെ ലക്ഷ്യം. ഞാൻ വിചാരിച്ചത് മനസ്സിൽ, കള്ളം പറയുന്നല്ല കേട്ടോ, ഞാൻ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാ പോയത്. പക്ഷെങ്കില് ഹോൾസെയിൽ റേറ്റിൽ പോലും വാങ്ങാൻ എനിക്ക് പറ്റിയില്ല, അത്ര റേറ്റ് അതിനൊക്കെ. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതൊക്കെ ഞാനിപ്പോ വിചാരിക്കുന്ന ഓൺലൈനിൽ മാത്രം നമ്പി നിന്നാൽ എനിക്ക് മുതലാവൂല. കാരണം വളരെ ചെറിയ കുഞ്ഞു കമ്മലുകളൊക്കെ ഉണ്ട് കുട്ടികളുടെ ഒക്കെ, അതൊക്കെ ചിലപ്പോൾ ഓൺലൈനിൽ ഒത്തിരി അങ്ങോട്ട് പോകണമെന്നില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് സാധനങ്ങൾ ഓൺലൈനിലും കുറച്ച് സാധനങ്ങൾ ഇവിടെ നാട്ടിലൊക്കെ നടന്ന് വിൽക്കാന്നാണ് വിചാരിക്കുന്നത്. ഏട്ടൻ ലീവുള്ള ദിവസം ഉണ്ടാവുമല്ലോ, അപ്പൊ അന്നത്തെ ദിവസം ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ആക്കിയിട്ട് ഫുൾ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങുക. നമ്മളെ നാട്ടിലോട്ടല്ല, കുറച്ച് അങ്ങോട്ടൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിയാല് ആളുകൾ വാങ്ങിക്കുമല്ലോ. ഞാനപ്പൊ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ എന്റെ ഒരു ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിൽ പോയിട്ട് അടി കിട്ടിയ പോലെ ആയിട്ട്. അമ്മയൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, ഇല്ലാത്ത കാശ് മുടക്കി അവിടെ വരെ പോയിട്ട് ഇങ്ങനത്തെ മണ്ടത്തരെല്ലാം പറ്റിച്ച് തന്നു എന്ന് പറഞ്ഞിട്ട് വഴക്കൊക്കെ പറഞ്ഞു. സാരില്ല, ഇനി ഒരു അബദ്ധം പറ്റിയത് പോട്ടെ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ. പക്ഷെ എനിക്ക് വിഷമം പറ്റിയത് നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ട് മണ്ടത്തരം പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ ബാംഗ്ലൂരിലെ വിശേഷങ്ങളൊന്നും വേറെ വീഡിയോ ആയിട്ട് ഇടാന്. പിന്നെ എനിക്ക് നമ്മളെ ഇത് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇൻസ്റ്റയിലൊക്കെ പേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഇടാൻ. വലിയ പ്രൊഡക്റ്റുകളൊന്നും ഇല്ല കേട്ടോ, ഞാൻ ആദ്യമേ പറയാം. നിങ്ങള് വലിയ അമിത പ്രതീക്ഷയിലൊന്നും നോക്കരുത്. വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ ഇടാം. പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ വിശേഷങ്ങള്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പൊ അത്രയേ ഉള്ളൂ. ഓക്കെ.